ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇന്ന് പോക്കോ ഒരു ഫോൺ കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അവർ ലോഞ്ച് ചെയ്ത ഫോൺ ഏതെന്ന് പറയുകയാണെങ്കിൽ അവരുടെ എം സീരീസിലെ ഏറ്റവും പുതിയ ഫോണായ പോക്കോ M3 ആണ് അവർ ഇന്ന് ലോഞ്ച് ചെയ്തത്. ഈ പോക്കോ M3 എന്ന് പറയുന്നത് നേരത്തെ പോക്കോ തന്നെ ഗ്ലോബലി ലോഞ്ച് ചെയ്തൊരു ഫോണാണ്. എന്നാൽ അന്ന് ഈ ഫോൺ ഇന്ത്യയിലേക്ക് വന്നില്ല. അപ്പോൾ ആ ഗ്ലോബലി ലോഞ്ച് ചെയ്ത പോക്കോ M3യുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മളുടെ ഈ ചാനൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും ഈ ഒരു പോക്കോ M3 ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിന്റെ റിവ്യൂ ഒന്നുകൂടി ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ പോക്കോ M3 എന്ന് പറയുന്ന ഒരുപാട് പേര് ആന്റിസിപ്പേറ്റ് അല്ലെങ്കിൽ ഒരുപാട് പേര് മേടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഫോണാണ് ഈ പോക്കോ M3. അതുകൊണ്ട് തന്നെയാണ് ഈ പോക്കോ M3യുടെ ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനൊരു ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഫോണിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്കപ്പോൾ ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഫോൺ ഡിസ്പ്ലേയിലേക്ക് വരാം. ഇവിടെ നമുക്ക് 6.53 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ 6.53 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ വലിപ്പമുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അതാണ് ഈ ഫോൺ ഡിസ്പ്ലേയുടെ കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. കാരണം മറ്റ് പല ബ്രാൻഡുകളും നമുക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് നൽകുന്നില്ല. എന്നാൽ നമുക്ക് പോക്കോ M3 നമുക്ക് ഇവിടെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് 90% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇവിടെ ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ 19.5:9 എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് റേഷ്യോ ആണ് നമുക്ക് ഈ ഫോണിലും ലഭിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒരു കൂടിയ റിഫ്രഷ് പാനൽ ഒന്നും ലഭിക്കുന്നില്ല. സാധാരണ നോർമൽ ആയിട്ടുള്ള 60Hz റിഫ്രഷ് പാനൽ മാത്രമേ നമുക്ക് ഈ ഫോണിലും ലഭിക്കുന്നുള്ളൂ. ഇനി ഇവിടെ നമുക്ക് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇവിടെ TUV റെയിൻ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ പോക്കോ M3 ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 662 ആണ്. ഈ പ്രൊസസർ എന്ന് പറയുന്നത് ഒരു 11nm പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. നോർമൽ യൂസ് നമുക്ക് യാതൊരു ഇഷ്യൂസും ഉണ്ടാകാൻ സാധ്യതയില്ല. അതിനോട് നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിമിംഗ് ഒക്കെ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് LPDDR4X RAM ആണ് ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പ് നമുക്ക് ഇവിടെ മാക്സിമം ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ OS എന്ന് പറയുന്നത് MIUI 12 ആണ്. അതെന്ന് പറയുന്നത് Android 10 ബേസ്ഡ് ആണ്. ഇനി ഈ ഫോണിൽ നമുക്ക് ആഡ്സ് ഓഫ് ലോഡർ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ വലിയ ന്യൂനതകളൊന്നും പറയാൻ സാധിക്കാത്ത വളരെ മികച്ചായിട്ടുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ പോക്കോ M3 ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. അതിനോട് നമുക്ക് ഇവിടെ റിയർ സൈഡിൽ 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും 2 മെഗാപിക്സൽ മാക്രോ സെൻസറും നമുക്ക് ഇവിടെ പോക്കോ M3 നമുക്ക് ഇവിടെ റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിന്റെ സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ പോക്കോ M3 ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 6000 mAh ഒരു വലിയ ബാറ്ററി ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 18 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലുപരി നമുക്ക് ഈ ഫോണിന്റെ ബാറ്ററിയിൽ ഇവിടെ നമുക്ക് റിവേഴ്സ് ചാർജിങ്ങും പോസിബിൾ ആണ്. അപ്പോൾ വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിലും ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ സ്റ്റീരിയോ സ്പീക്കർ ലഭിക്കുന്നുണ്ട്. അതിനോട് നമുക്ക് ഇവിടെ 3.5 ഹെഡ്ഫോൺ ജാക്ക്, IR ബ്ലാസ്റ്റർ, സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ, ഫേസ് അൺലോക്ക് തുടങ്ങിയ എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഫോണിലും ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് ആയ 6GB 64GB പ്രൈസ് എന്ന് പറയുന്നത് 10999 രൂപയാണ്. കൂടിയ വേരിയന്റ് ആയ 6GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 11999 രൂപയുമാണ്. എന്നാൽ നമുക്ക് ബാങ്ക് ഡിസ്കൗണ്ട് കൂടി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് ആയ 6GB 64GB 9999 രൂപയ്ക്കും കൂടിയ വേരിയന്റ് ആയ 6GB 128GB നമുക്ക് 10999 രൂപയ്ക്ക് നമുക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ ഗ്ലോബലി ലോഞ്ച് ചെയ്ത പോക്കോ M3 ഇന്ത്യയിലേക്ക് വരുമ്പോൾ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ നല്ലൊരു പ്രൈസിംഗിൽ തന്നെയാണ് ആ ഫോൺ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 10,000 അല്ലെങ്കിൽ 11,000 രൂപ പ്രൈസ് നിങ്ങൾ ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിലും വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് പോക്കോ M3. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതിലുപരി